പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മൾ ഇന്നൊരു ചെറിയൊരു പരീക്ഷണം ചെയ്ത് നോക്കി. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കാരണം ചെയ്യാൻ വേണ്ടി കുറച്ച് പേരെങ്കിലും അത് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്ന സംഭവമായിരിക്കും. എന്തായാലും വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞ സംഭവം ഇതാണ്. കണ്ടില്ലേ, ഇതെന്താണെന്നല്ല മനസ്സിലായ എന്താന്നുള്ളത് ഇപ്പോൾ കാണിച്ചു തരാം. കാണിച്ചു കൊടുക്കല്ലേ ഇത്. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ സംഭവം. ഇപ്പോൾ നമ്മൾ മറ്റേ എയർ സസ്പെൻഷൻ്റെ സിസ്റ്റം നമ്മൾ ജസ്റ്റ് ഒരു പരീക്ഷണമാണ്. ഇതിൻ്റെ ഇനി മോഡിഫൈഡ് ചെയ്തിട്ടുള്ള വേർഷൻസ് ഇനിയും വരും. അതായത് വണ്ടിയിലൊക്കെ ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പും പറയുന്നില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്തപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്നുള്ള ഇതിൽ അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് എന്നുള്ളതും അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു. അപ്പോൾ നിങ്ങളുടെ ഐഡിയയിൽ നിങ്ങൾക്കും ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പാർട്സ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ബാ, ഞാൻ ആദ്യം സർവൊന്നും ഇട്ടോ, അല്ലെങ്കിൽ അങ്ങോട്ടും കൊണ്ടുനടക്കാൻ ബുദ്ധിമുട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ പാർട്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ആദ്യം നിങ്ങൾക്ക് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. കണ്ടില്ലേ, ഇനി മുകളിൽ നിന്ന് പണി കണ്ടു. അതെ, അടിയിൽ നിന്ന് കണ്ടൊക്കെ തന്നെ മുകളിലുള്ളൂ. ഇതിൽ നമുക്ക് വന്നിട്ടുള്ളത് 4 സ്പ്രിങ് വരുന്നുണ്ട്. നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ 2 സ്പ്രിങ് ആണ്, പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ 4 സ്പ്രിങ് ആണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടയർ ഇങ്ങനെ മടങ്ങി കയറണമായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ഇങ്ങനെ മടങ്ങി കയറണമായിരിക്കും. ഇതാകുമ്പോൾ സ്ട്രെയിറ്റ് ഇങ്ങനെ ആവും. അപ്പോൾ ഇതിൽ നമ്മൾ മറ്റേ ആക്സിൽ ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട്, ഇവിടെയാണ് ഇതിൻ്റെ ആക്സിലിൻ്റെ മൗണ്ടിങ് വരുന്നത്. കണ്ടോ, ഇതിങ്ങനെ ഷേപ്പ് നമ്മൾ സെറ്റ് ചെയ്യുന്നുള്ളൂ. നമ്മുടെ ചേസിനനുസരിച്ചിട്ട് ഉള്ള അളവിന് നമ്മൾ സെറ്റ് ചെയ്തെന്നുള്ളൂ. പിന്നെ ഇത് നമ്മുടെ അടിയിലത്തെ ഇത് നോർമലി നമ്മുടെ വണ്ടിയിൽ ഉണ്ടാവണ പോലെ തന്നെ ഇങ്ങനത്തെ ഒരു ഷേപ്പ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ എഴുതുമ്പോൾ. സ്പ്രിങ് ഇത് സാധാ RC കാറിൻ്റെ ഷോക്ക് അബ്സോർബറാണ് കേട്ടോ. കാരണം നമ്മളിപ്പോൾ ഒരു പരീക്ഷണമായിട്ട് ചെയ്തതാണ്. പിന്നെ വരുന്നത് ഇപ്പോൾ ഇതിൽ 2 സെർവ് ഉള്ളൂ. പക്ഷേ ഈ 2 സെർവ് വെച്ചിട്ടുള്ള മെത്തേഡിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. അതിപ്പോൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടില്ലേ, ഈ നമ്മുടെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് വരുന്നത് ഇത്രയും താഴ്ന്നു കഴിഞ്ഞാൽ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ഇത് മിടിക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഇത് മാറ്റി കുറച്ചും കൂടി വണ്ടിയിൽ സെറ്റ് ചെയ്ത് വരുമ്പോൾ മാക്സിമം ഒരു എന്താ പറയുക, ഇപ്പോൾ സൈസ് ഭയങ്കര വലുതാണ്. ഇത്ര മൂന്നൊരു പീസ് ഫുള്ള് ഈ സാധനം കയറിയിരിക്കുക. അപ്പോൾ ഇത് മാക്സിമം ഒതുക്കി ചെയ്യാമെന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ കൂടുതൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇതിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇടാം. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ട് ഇടാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇടാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു വണ്ടിയിലൊക്കെ ഫുള്ള് വർക്ക് കഴിഞ്ഞ് നല്ല ഡീസൻ്റ് ആയതിനു ശേഷം നമ്മൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഇടാം. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മെയിനായിട്ടൊരു കാര്യം പറയാൻ മറന്നു. ഈ സാധനം ഇത് നമ്മുടെ ചേസിനെ നൈസായിട്ട് ഒന്ന് കസ്റ്റം ചെയ്തിട്ടുണ്ട് കണ്ടോ. കാരണം ഈ ആക്സിലിനുള്ളിൽ കയറിയിരിക്കാൻ വേണ്ടിയിട്ട് നേരെ ചില ആക്സിൽ കയറിയിരിക്കില്ല, മുട്ടിക്കും. അപ്പോൾ വണ്ടി ലോ ആവില്ല. അപ്പോൾ അത് കാരണമാണ് നമ്മൾ ചേസിനെ നൈസായിട്ട് ഇങ്ങനെ പൊക്കിയിട്ടുണ്ട്. അപ്പോൾ അതല്ലാണ്ട് ചെയ്യാട്ടോ, ചേസ് പൊക്കാണ്ട് ചെയ്യാം. പക്ഷെ നമ്മളിപ്പോൾ ഇത് ചെയ്ത് വന്നപ്പോഴേ ചേസിനെ ഒരു വണ്ടിക്ക് റിമോട്ട് വണ്ടിക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ ഇതതിലില്ല, ഇതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ചെയ്തെന്നുള്ളൂ. അപ്പോൾ സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വന്നിരിക്കുന്നത്. ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാനൊന്നും ഇല്ല. കാരണം ഇത് നമ്മൾ ഫസ്റ്റ് പരീക്ഷണമായിട്ട് ചെയ്തതാണ്. അല്ലേ, ജസ്റ്റ് നമ്മളൊരു പരീക്ഷണമാണ്. പിന്നെ ഇതിനെ പറ്റിയുള്ള കൂടിയ പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത വീഡിയോസൊക്കെ ഇതിനെ പറ്റി ഓരോരോ ഇത് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്. എന്തായാലും ഓക്കെ, ബൈ.